അങ്ങനെ ഞായറാഴ്ച രാവിലെ തന്നെ അമ്പലക്കുളത്തിൽ പാറുണ നീന്താനൊക്കെ പോയി. മോളും നീന്തിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങ് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പം തന്നെ ഞാൻ ബെഡ്റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാമെന്ന് കരുതി. പിന്നെ സുമേഷേട്ടൻ കുറച്ചൊന്നും മീൻ കിട്ടുമെന്ന് നോക്കിയിട്ട് റോഡിന് പോയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ അടിക്കലും തുടക്കലും അവിടെ ചെയ്തേച്ചേ. അപ്പോൾ ഇതാ രാവിലെ തന്നെ തുടക്കലുണ്ട്. ഇന്നലെ നല്ല മഴയായിരുന്നല്ലേ. അപ്പോൾ ഇതാ ഇന്ന് പാറുക്കുട്ടി എന്തെല്ലോ ഷീക്കും എടുത്തിട്ട് വരുന്നുണ്ട്. കുളിക്കാൻ പോയിട്ട് കുളിക്കാണ്ട് വന്നതിന് ശേഷം എന്തൊക്കെയോ ഇങ്ങനെ ഒരു ശീലക്കേട് കാണിക്കുന്നുണ്ട്. പിന്നെ സുമേഷേട്ടൻ മീൻ കിട്ടിയിട്ടില്ല, ഉണക്ക കൊഞ്ചനെ കിട്ടിയിട്ടില്ല. സുമേഷേട്ടൻ കുറച്ച് ദിവസമായില്ലേ കോയിനൊന്നും മര്യാദയ്ക്ക് ഇറക്കാത്തതുകൊണ്ട് അച്ഛനും മോളും കൂടി കോയിന് ഇറക്കാനിരുന്നേ. ആ സമയം കൊണ്ട് ഞാൻ കറി വെക്കാമെന്ന് കരുതി. മീനില്ലാത്തതുകൊണ്ട് മീൻ കറി പോലെ ഒരു തക്കാളിക്കറി അടിപൊളിയായിട്ട് വെക്കാമെന്ന് കരുതിയേ. അപ്പോൾ മീനിൻ്റെ മണോ മീനില്ലെങ്കിലും മീനിനെ പോലെ ഒരു നല്ലൊരു സ്മെല്ല് വരുവേ ഈ തക്കാളിക്കറി വെക്കുമ്പോൾ. നല്ല നാടൻ, അതായത് നാടൻ തക്കാളി വെച്ചാൽ നല്ല ഉരുണ്ട തക്കാളി ഇല്ലേ, കോലനെ പോലെ അല്ലാണ്ട് നല്ല ഉരുണ്ട തക്കാളി എടുക്കുക. അത് നല്ല അത്യാവശ്യം വണ്ണമുള്ളത് ഒരു 2-3 എടുക്കുക. അതിലേക്ക് 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പില ചപ്പ് ഇട്ടിട്ട് ആദ്യം ഒന്ന് തക്കാളിയിലെ വെള്ളം വറ്റുന്നവരെ ചൂടാക്കിയതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ചെറിയ തീയിലിട്ട് വാട്ടിയെടുക്കണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് അരപ്പും കൂടി തയ്യാറാക്കുക. തേങ്ങയിലും മഞ്ഞളും മുളകും ഒക്കെ ഇട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോഴേക്കും എൻ്റെ ചോറിൻ്റെ വെള്ളം അവിടെ ചൂടായിട്ടുണ്ടായിരുന്നേ. ഞാനപ്പോൾ അരി അങ്ങിട്ടെ. അരി ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ അരിച്ച് തരിച്ചൊന്നും എടുക്കാറില്ല, അപ്പാടെ ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് പതച്ച് കഴിഞ്ഞാൽ അതവിടെ ഓഫാക്കി വെക്കും. അപ്പം നമ്മളെ തക്കാളി കറീൻ്റെ തക്കാളി അവിടെ നിന്ന് വാളുന്നുണ്ടേ. ആ സമയം കൊണ്ട് ഞാൻ കൂമ്പ് വറക്കാമെന്ന് കരുതി. വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് സുമേഷേട്ട കൂമ്പ് പൊട്ടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. വേനൽക്കാലത്താകുമ്പോൾ വലിയ കൂമ്പൊന്നും കിട്ടില്ല, മഴ പെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വാഴയൊന്നും ഉഷാറാകുമ്പോൾ കുറച്ച് കൂമ്പൊക്കെ കിട്ടുവേ അപ്പുറം ഇപ്പുറം എല്ലായിട്ടും. അപ്പോൾ കൂമ്പ് ഞാൻ നല്ലപോലെ തേങ്ങയും ഉള്ളിയൊക്കെ ഇട്ട് നല്ലപോലെ മൂക്ക കൈകൊണ്ട് ഞാൻ 2 അട വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കൊഞ്ചൻ ഉണ്ടായിരുന്നേ, അത് ഞാൻ തേങ്ങ ചമ്മന്തി ആക്കാന്ന് കരുതി. പിന്നെ മുട്ടയാണ് ആക്കിയത്. മുട്ട വെറുങ്ങനെ പുഴുങ്ങിയ മുട്ട തിന്നാൻ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആ മുട്ട എടുത്തിട്ട് ലേശം ഒരു മഞ്ഞൾ മുളകെല്ലാം ഇട്ടിട്ട് എണ്ണയിൽ ചെറുങ്ങനെ ഒന്ന് മൊരിച്ചെടുത്തേ. പിന്നെ അത് മുറിച്ച് വേണമെന്ന് പറഞ്ഞു സുമേഷേട്ടൻ, അതുകൊണ്ട് ഞാൻ അപ്പാട് മുറിച്ചിട്ട് പൊരിച്ചു കൊടുത്തു. അത് അപ്പാട് നടുവൊന്ന് മുറിച്ചിട്ട് ലേശം കൂടി മുളകാക്കിയിട്ട് അത് പൊരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ തക്കാളിക്കറി ആയിട്ടുണ്ട്. പിന്നെ കൂമ്പ് വറവും കൂടി ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ.